ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത മത്തൻ വെച്ചിട്ട് എങ്ങനെ ശർക്കര മത്തൻ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത മത്തൻ്റെ കഷ്ണം എടുത്ത് തൊലിയും കൂരൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: അരമുറി തേങ്ങ ചിരകിയത്, 3 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ശർക്കര മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. 3 ഏലക്കായി. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ശർക്കര മത്തൻ ഉണ്ടാക്കാം. കഴുകി വെച്ച മത്തൻ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ശർക്കരയൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൗഡർ കയ്യിലുള്ളവർ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഏലക്കായാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കല്ലിലൊന്ന് പൊടിച്ച് കൊണ്ടുവരട്ടെ. ഏലക്ക പൗഡർ കല്ലിൽ കുത്തിയെടുക്കുകയാണ്. അതിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കഷ്ണത്തിൻ്റെ ഒപ്പമായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി 3 വിസിൽ വരുന്നത് വരെ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. 2 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചതായിരുന്നു. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മത്തനൊക്കെ നല്ല പോലെ വെന്ത് വന്നു. ഇനി ഇതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ അപ്പമൊക്കെ ചുടുന്ന അരിപ്പൊടിയാണ്. ഇത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഈ പൊടി വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് വെച്ച് ഈ പൊടി വേവിച്ചെടുത്താൽ മതി. ഇനി ആ പൊടി വേവോളം ഒരു 10 മിനിറ്റ് ഇവിടെ കടന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ശർക്കര മത്തൻ പായസം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മൂത്ത പഴുത്ത മത്തനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വൺപയർ എന്ന് ഉദ്ദേശിച്ചത് മമ്പയർ അല്ലെങ്കിൽ മുതിര ഒക്കെ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ശർക്കര മത്തൻ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ഇൻഷാ അല്ലാഹ്.